നമസ്കാരം, ഇന്ത്യൻ മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു ആപ്പിനെ കുറിച്ചാണ്. പക്ഷേ ഈ ആപ്പിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ഒരു യൂട്യൂബ് വീഡിയോ ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ മണി മലയാളം ചാനലിൽ അവൈലബിൾ ആണ്. അതെ, ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് എന്ന ആപ്പിനെ കുറിച്ചാണ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ആപ്പിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല. ഒരുപാട് കോഴ്സുകൾ ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ മലയാളത്തിൽ അവൈലബിൾ ആണ്. അതെ, പേഴ്സണൽ ഫിനാൻസ്, അഗ്രികൾച്ചർ, ബിസിനസ് തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്ററുകൾ, ഈ മേഖലകളിൽ അഗ്രഗണ്യരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന അവരുടെ മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് കോഴ്സുകൾ ലഭിക്കുന്നു എന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ് കോഴ്സ്? ഇത് ആർക്കൊക്കെ കാണാൻ പറ്റും? എന്തിനാണ് ഈ കോഴ്സ് കാണുന്നത് എന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ? നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണൽ ഫിനാൻസ് വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമുകൾ അന്വേഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ഒരു പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയത്തിനെ കുറിച്ചുള്ള ഒരു A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കില്ല. ഈവൻ നിങ്ങൾ യൂട്യൂബിൽ പോലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അരമണിക്കൂറുള്ള അല്ലെങ്കിൽ മാക്സിമം 45 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളും മറ്റും വ്ളോഗുകൾ പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ, ആ വിഷയത്തിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം പോലും വിടാതെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് ഈ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് 6 ഭാഷകളിലാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി എന്നീ ഭാഷകളിലാണ് ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം 5 മില്യണിൽ കൂടുതൽ, 6 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആണ് അല്ലെങ്കിൽ യൂസേഴ്സ് ആണ് ഇന്ന് ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏക വൺ ആൻഡ് ഓൺലി ലൈവ്ലിഹുഡ് ആപ്പാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് പേഴ്സണൽ ഫിനാൻസ് കോഴ്സുകൾ ഏതൊക്കെയാണ് ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഒന്ന് മുദ്ര ലോൺ കോഴ്സാണ്. എന്താണ് മുദ്ര ലോൺ എന്നതിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ഇൻഹൗസ് കോഴ്സാണ്. മുദ്ര ലോണിനെ സംബന്ധിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും, എന്താണ് മുദ്ര ലോൺ, ഏതൊക്കെ തരത്തിലാണ് മുദ്ര ലോൺ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്, ആരൊക്കെയാണ് മുദ്ര ലോണിന്റെ ഉപഭോക്താക്കൾ, ഏതൊക്കെ രീതിയിലാണ്, എത്ര എമൗണ്ട് ആണ് മുദ്ര ലോണിൽ നിന്നും ലഭിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് മുദ്ര ലോൺ ലഭിക്കാനുള്ള സാധ്യതയുള്ളത്, മുദ്ര ലോണിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്കീമുകളാണ് ഈ ഒരു മുദ്ര ലോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഏകദേശം 5, 6, 7 മൊഡ്യൂളുകൾ അടങ്ങിയിട്ടുള്ള 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു കോഴ്സാണ് മുദ്ര ലോൺ കോഴ്സ് എന്ന് പറയുന്നത്. മുദ്ര ലോൺ മാത്രമല്ല, ഒരുപാട് കോഴ്സുകൾ ഇത്തരത്തിൽ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകളും മിനിമം 1.5 മണിക്കൂർ ദൈർഘ്യം ഉണ്ടാകും, അല്ലെങ്കിൽ 1 മണിക്കൂർ ദൈർഘ്യം ഉണ്ടാകും. ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും അല്ലെങ്കിൽ ഒരു കോഴ്സുകളും ഒരു മെന്റർഷിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഒരിക്കലുമില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിന്റെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഇതൊക്കെ. പേഴ്സണൽ ഫിനാൻസിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് കോഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാകും, നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ടാകും, ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ ഒരുപക്ഷെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായി എന്ന് വരും. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മളത് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഷുറൻസ് കോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ഫിനാൻസ് കോഴ്സ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് വഴി ഒരുപാട് ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് കോഴ്സിന്റെ ഫീഡ്ബാക്ക് നമുക്ക് തന്നത് വളരെ മികച്ച രീതിയിൽ അത് ചെയ്തു, അല്ലെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു ഹെൽത്ത് ഇൻഷുറൻസ് എന്നതാണ്. പേഴ്സണൽ ഫിനാൻസ് സെക്ടറിൽ മറ്റൊരു കോഴ്സായിട്ട് നമ്മൾ ചെയ്തത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീംസ് കോഴ്സാണ്. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. അതെ, നിങ്ങളൊരു എമൗണ്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം പോലെ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. പലർക്കും ഇതിനെപ്പറ്റി ധാരണയില്ല. പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം മലയാളം കോഴ്സ്
ഒരുപാട് ആളുകൾ കണ്ടതുവഴി പല ആളുകളും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ പേഴ്സണൽ ഫിനാൻസ് സെക്ടറിനെ കുറിച്ചാണ് ഇത്രയും സംസാരിച്ചത്. അടുത്തത് ബിസിനസ് കോഴ്സുകളാണ്. ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ബിസിനസ് കോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ഹോം ബേക്കറി ബിസിനസ്, സൈക്കിൾ റീറ്റെയിൽ ബിസിനസ്, ഓയിൽ മിൽ ബിസിനസ്, ഹോം സ്റ്റേ ബിസിനസ് എന്നീ കോഴ്സുകളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് കാണുന്നത് വഴി ഈ പറഞ്ഞ കോഴ്സുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് കണ്ടാൽ അതിനെക്കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും അടങ്ങുന്ന ഒരു കോഴ്സാണ് ഓരോ കോഴ്സുകളും. അത് ഫാമിംഗ് ആവട്ടെ, ബിസിനസ് ആവട്ടെ, പേഴ്സണൽ ഫിനാൻസ് ആവട്ടെ. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് ആരംഭിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ ആദ്യം ചെയ്യുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നൊരു പ്രോസസ്സാണ്, റിസർച്ച് എന്നൊരു പ്രോസസ്സാണ്. ആ ഒരു റിസർച്ച് പ്രോസസ്സ് നടത്തേണ്ട ശരിയായ സ്ഥലമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം നിങ്ങൾ സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് കോഴ്സ് കാണുന്നത് വഴി അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ബിസിനസിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങളാണ്. എന്താണ് സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ്, ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ഇത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റേഷൻ ആണ് വേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള ലൈസൻസുകൾ നമുക്ക് ആവശ്യമുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള പെർമിഷനുകൾ നമുക്ക് ആവശ്യമുണ്ട്, എത്ര മൂലധനം, എത്ര ക്യാപിറ്റൽ നമുക്ക് ആവശ്യമുണ്ട്, ഏതൊക്കെ ലോണുകൾ നമുക്ക് ലഭിക്കും, ലോണുകൾ നമുക്ക് അവൈലബിൾ ആണോ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഫെസിലിറ്റീസ് നമുക്ക് ലഭിക്കുന്നുണ്ടോ, എന്തെങ്കിലും സബ്സിഡീസ് നമുക്ക് ലഭിക്കുന്നുണ്ടോ, മറ്റ് ഈ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ കോഴ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ബിസിനസ് കോഴ്സുകൾ എന്ന് പറയുന്നത് മിക്കതും ഔട്ട്ഡോർ കോഴ്സുകളാണ്. അതായത് പ്രധാനമായും ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി, നമ്മൾ അദ്ദേഹത്തെ മെന്റർ എന്ന് വിളിക്കുന്നു. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മെന്ററാണ് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹം നമുക്ക് ഉത്തരങ്ങൾ തരുന്നു. മാക്സിമം എത്ര പ്രോഫിറ്റ് വരെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി പോലും ഈ മെന്റർ നമുക്ക് പറഞ്ഞു തരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ആരംഭിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള റിസർച്ച് പ്രോസസ് പൂർണ്ണമായി എന്ന് തന്നെ പറയാം. നിങ്ങൾ കൂടുതൽ എവിടെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യൂട്യൂബുകളിൽ വീഡിയോ പരതി നടക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആർട്ടിക്കിളുകൾ വായിച്ച് ആശങ്കാകുലരാകേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ബിസിനസ്, ഒരു സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു കോഴ്സിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ ഏത് കോഴ്സും ആകട്ടെ, ഓയിൽ മില്ലാകട്ടെ, ഹോം സ്റ്റേ ആകട്ടെ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് ടൂറിസത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ ഹോം സ്റ്റേ പോലെയുള്ള ബിസിനസ്സുകൾക്ക് ഒരുപാട് സ്കോപ്പുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പലരും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ആ ഒരു ഫീൽഡിലോട്ട് കടന്നു വരാൻ പലരും താല്പര്യപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കാണുന്നത് വഴി തീർച്ചയായും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കൂടെയാണ് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഫിനാൻസ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞു, ബിസിനസ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊരു ഫീൽഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൃഷിയാണ്, അഥവാ ഫാമിംഗ്. ഫാമിംഗ് ചെയ്യാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കൃഷി എന്ന് പറയുമ്പോൾ നെല്ല് മാത്രമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ടുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്ത് ആളുകൾ ലാഭം കൊയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അത്തരത്തിലുള്ള എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിങ്ങുകളുടെ കോഴ്സുകളും ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പുലാസാൻ, അത്തരത്തിൽ ഒരുപാട് ഫ്രൂട്ടുകൾ എങ്ങനെ കൃഷി ചെയ്യാം. നിങ്ങൾക്കൊരു സ്ഥലമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ഫ്രൂട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് വിളകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പലരും ഇതിനെക്കുറിച്ച് അവെയർ അല്ല. ചുമ്മാ ഈ സ്ഥലമൊക്കെ അങ്ങ് കളയുകയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാതെ വിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കാണുകയാണെങ്കിൽ തീർച്ചയായും വളരെ മികച്ച രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. സോ ഫാമിംഗ് എന്നൊരു വിഭാഗത്തിൽ ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് 1 റംബൂട്ടാനാണ്, 2 പുലാസാനാണ്, 3 മാംഗോസ്റ്റിൻ ആണ്, 4 ഫിഷ് ഫാമിംഗ് ആണ്, പിന്നെ ഒരു മൈക്രോ ഗ്രീൻ ഫാമിംഗ് എന്ന രീതിയിൽ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. സോ ഇത്തരത്തിലുള്ള കോഴ്സുകളും ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യകതയെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. നമുക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ആസ്പിരന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടെ റെഫർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 ഭാഷകളായി മില്യൺ കണക്കിന് ഉപഭോക്താക്കളാണ് ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് റെഫർ ചെയ്യാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ മണി മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് കോഴ്സുകൾ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അത് കമന്റായും രേഖപ്പെടുത്തുക. indianmoney.com, get wise, break free.